ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 5 എണ്ണിയെടുക്കാം, ഭാഗം 2. കൂട്ടുകാരെ, ചിത്രം നോക്കൂ. ഈ കൂട്ടത്തിന്റെ എണ്ണം പറയാമോ? ആകെ എത്ര ഓറഞ്ച് ഉണ്ട്? എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 എണ്ണമല്ല ഉള്ളത്, 10നേക്കാൾ വലിയ കൂട്ടമാണ്. നമ്മൾ എങ്ങനെ എണ്ണും? നമുക്കിതിനെ 2 കൂട്ടമാക്കിയാലോ? 10ന്റെ ഒരു കൂട്ടം ബാക്കിയുള്ളവയെ മറ്റൊരു കൂട്ടവുമാക്കി മാറ്റാം. 10ന്റെ കൂട്ടം അവിടെ നിൽക്കട്ടെ. മറ്റേ കൂട്ടം എണ്ണി നോക്കൂ. എത്ര എണ്ണമാണുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8. 8 എണ്ണവുമുണ്ടല്ലേ? 10ന്റെ ഒരു കൂട്ടവുമുണ്ട്, 8 എണ്ണവുമുണ്ട്. ഇവയെ എങ്ങനെ വായിക്കാം? 10ന്റെ കൂട്ടവും 8ന്റെ കൂട്ടവും ചേർന്നാൽ ഈ കൂട്ടത്തിന്റെ എണ്ണമാണ് 18. 10ന്റെ കൂട്ടവും 8ന്റെ കൂട്ടവും ചേർന്നാൽ 18. നോക്കൂ, എത്ര പൂക്കളാണുള്ളത്? എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10നേക്കാൾ വലിയ കൂട്ടമാണ്. നമുക്ക് ഇവയെ 2 കൂട്ടമാക്കാം. 10ന്റെ ഒരു കൂട്ടവും മറ്റൊരു കൂട്ടവും. 10ന്റെ കൂട്ടത്തിൽ 10 എണ്ണമുണ്ട്. ബാക്കിയുള്ള കൂട്ടത്തിലോ എത്ര എണ്ണമുണ്ട്? എണ്ണി നോക്കാം. 1, 2, 3, 4, 5. 5 ആണുള്ളത്. 10ന്റെ ഒരു കൂട്ടവും 5ന്റെ ഒരു കൂട്ടവും. 10ന്റെ കൂട്ടവും 5ന്റെ കൂട്ടവും ചേർന്നാൽ 15. ഈ കൂട്ടത്തിന് പറയുന്ന പേരാണ് 15. 10ഉം 5ഉം 15. ചിത്രം നോക്കൂ. എത്ര പെൻസിലുകൾ? അനുവിന് മുത്തച്ഛൻ ഒരു പാക്കറ്റ് കളർ പെൻസിൽ സമ്മാനിച്ചു. അവളുടെ കയ്യിൽ നേരത്തെ 2 പെൻസിലുകളുണ്ട്. മുത്തച്ഛൻ നൽകിയ പാക്കറ്റിൽ എത്ര പെൻസിലുകളുണ്ട്? എണ്ണി നോക്കിയാലോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 എണ്ണമാണ് പാക്കറ്റിലുള്ളത്. അനുവിന്റെ കയ്യിൽ എത്ര എണ്ണമാണുള്ളത്? 2 എണ്ണം. 10ന്റെ കൂട്ടവും 2ഉം കൂടി ചേർന്നാൽ 12. 12. 12നെ എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. 10ഉം 2ഉം 12. എണ്ണി നോക്കാം. നോക്കൂ, ചിത്രത്തിൽ എത്ര ഓറഞ്ചുകളാണുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10ന്റെ ഒരു കൂട്ടവും പിന്നെയോ 4 എണ്ണവും ഉണ്ടല്ലേ? 10 എണ്ണത്തിനെ നമുക്ക് കുട്ടയിലാക്കി വെക്കാം. 10ന്റെ കൂട്ടത്തെ കുട്ടയിൽ വച്ചു. ബാക്കിയുള്ളത് എത്രയാണ്? 4 എണ്ണമാണ്. 10ഉം
4ഉം 10ഉം 4ഉം 14. 10ഉം 4ഉം 14. വിട്ടുപോയത് പൂരിപ്പിക്കുക. നോക്കൂ, എത്ര ഗ്ലാസുകളാണുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10നെ നമുക്ക് ഒരു കൂട്ടമാക്കി മാറ്റാം. 10 എണ്ണത്തിനെ ഒരു കൂട്ടമാക്കി മാറ്റിവെച്ചിരിക്കുന്നു. ബാക്കി എത്രയാണുള്ളത്? 3 എണ്ണമാണുള്ളത്. 10ഉം 3ഉം എത്രയാണ്? 13. 10ഉം 3ഉം 13. 10 എന്നിവിടെ എഴുതിയിട്ടുണ്ട്. 10നോട് കൂടെ 3 കൂടി ചേർന്നാലാണ് 13. ചിത്രം നോക്കൂ, എത്ര തക്കാളികളാണുള്ളത്? ആകെയുള്ള തക്കാളികളെ 2 കൂട്ടമാക്കി മാറ്റിവെച്ചിരിക്കുന്നു. 10ന്റെ ഒരു കൂട്ടവും മറ്റേ കൂട്ടത്തിൽ എത്ര എണ്ണമുണ്ട്? 1, 2, 3, 4, 5. 10ന്റെ ഒരു കൂട്ടവും 5ന്റെ ഒരു കൂട്ടവുമാണ്. 10ഉം 5ഉം ചേർന്നാൽ 15. 10ഉം 5ഉം 15. ചിത്രം നോക്കൂ, എത്ര പന്തുകളാണുള്ളത്? ആകെയുള്ള പന്തുകളിൽ നിന്ന് 10ന്റെ ഒരു കൂട്ടം മാറ്റിവെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പന്തുകൾ എത്രയാണ്? എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6. 6 പന്തുകളാണുള്ളത്. 10ന്റെ ഒരു കൂട്ടവും 6 പന്തുകളുമുണ്ട്. രണ്ടും കൂടി കൂടിച്ചേർന്നാലോ എത്രയാണുള്ളത്? 10ഉം 6ഉം 16. 10ഉം 6ഉം 16. അടുത്തത് നോക്കൂ, എത്ര മുട്ടകളാണുള്ളത്? 10 മുട്ടകൾ പാത്രത്തിൽ മാറ്റിവെച്ചിരിക്കുന്നു. ബാക്കി എത്ര മുട്ടകളുണ്ട്? എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7. 10ന്റെ ഒരു കൂട്ടവും 7ന്റെ ഒരു കൂട്ടവും. 10ഉം 7ഉം കൂടി ചേർന്നാൽ എത്രയാണ്? 10ഉം 7ഉം 17. 10ഉം 7ഉം 17. നോക്കൂ കൂട്ടുകാരെ, ആകെ എത്ര മഞ്ചാടിയാണുള്ളത്? ആകെയുള്ള മഞ്ചാടിക്കുരുവിനെ 2 കൂട്ടമാക്കി മാറ്റിവെച്ചിരിക്കുന്നു. ആദ്യത്തെ കൂട്ടത്തിൽ എത്രയുണ്ട്? എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10ന്റെ ഒരു കൂട്ടം. അടുത്ത കൂട്ടത്തിലോ? 1, 2, 3, 4, 5, 6, 7, 8, 9. 9ന്റെ ഒരു കൂട്ടം. 10ന്റെ കൂട്ടവും 9ന്റെ കൂട്ടവും കൂടിച്ചേർന്നാൽ എത്രയാണ്? 10ഉം 9ഉം 19. 10ഉം 9ഉം 19. അടുത്തത് നോക്കാം. ചിത്രത്തിൽ എന്താണുള്ളത്? ആപ്പിളുകളാണല്ലേ. എത്ര ആപ്പിളുകളുണ്ട്? ഒരുപാട് എണ്ണമുണ്ടല്ലേ. ആപ്പിളുകളെ 2 പാത്രങ്ങളിലായി മാറ്റിവെച്ചിരിക്കുന്നു. ആദ്യത്തെ പാത്രത്തിൽ എത്ര എണ്ണമാണുള്ളത്? എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ആദ്യത്തെ പാത്രത്തിൽ 10 എണ്ണമാണുള്ളത്. രണ്ടാമത്തെ പാത്രത്തിലോ? 1, 2, 3, 4, 5, 6, 7, 8. 8 എണ്ണമാണുള്ളത്. ആദ്യത്തെ പാത്രത്തിലെ 10 എണ്ണവും
രണ്ടാമത്തെ പാത്രത്തിലെ 8ഉം ചേർന്നാൽ 10ഉം 8ഉം 18. 10ഉം 8ഉം 18. ഇനി നോക്കൂ, എത്ര പൂക്കളാണുള്ളത്? ആകെയുള്ള പൂക്കളിൽ നിന്ന് കുറച്ചെണ്ണം ചട്ടിയിലുണ്ട്. ബാക്കിയുള്ളതോ മാറ്റിവെച്ചിട്ടുണ്ട്. എത്രയാണെന്ന് നോക്കാം. ചട്ടിയിലുള്ള പൂക്കൾ എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ചട്ടിയിലുള്ളത് 10 എണ്ണമാണ്. പുറത്തുള്ളതോ 1 ആണ്. 10ഉം 1ഉം 11. 10ന്റെ കൂടെ 1 കൂടി ചേർന്നാൽ 11. ഇനി നോക്കൂ, 10ഉം 5ഉം 15 ആണ്. 10ഉം 1ഉം 11 ആണ്. 10ഉം 3ഉം 13 ആണ്. ഇവയിൽ ഏറ്റവും ചെറുതേതാണ്? 10ഉം 5ഉമാണോ, 10ഉം 3ഉമാണോ, അതോ 10ഉം 1ഉമാണോ? അതെ, 10ഉം 1ഉം 11. ഏറ്റവും ചെറുത് 11 ആണ്. ഇനിയുള്ളത് ഏതൊക്കെയാണ്? 13ഉമുണ്ട്, 15ഉമുണ്ട്. അവയിൽ ഏറ്റവും ചെറുതേതാണ്? അതെ, 10ഉം 3ഉം 13. 13 ആണ് ഏറ്റവും ചെറുത്. ഇനിയുള്ളതോ 10ഉം 5ഉമാണ്, 15. ഇവയിൽ ഏറ്റവും ചെറുത് 11 ആണ്. ഏറ്റവും വലുത് 15 ആണ്. ക്രമത്തിൽ എഴുതാം. നോക്കൂ, 10ഉം 5ഉം 15, 10ഉം 1ഉം 11, 10ഉം 4ഉം 14, 10ഉം 2ഉം 12, 10ഉം 3ഉം 13. ഇവയെ നമുക്ക് ചെറുതിൽ നിന്ന് വലുത് വരെ ക്രമത്തിൽ എഴുതാം. ഏതാണ് ഏറ്റവും ചെറുത്? 10ഉം 1ഉം 11. 11 ആണ് ഏറ്റവും ചെറുത്. ഇനിയുള്ളതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 15, 14, 12, 13. ഇവയിൽ ഏറ്റവും ചെറുത് ഏതാണ്? 12 ആണ്. 10ഉം 2ഉം 12. അടുത്തതോ 10ഉം 3ഉം 13. അടുത്തതേതാണ്? 10ഉം 4ഉം 14. അടുത്തതോ 10ഉം 5ഉം 15. ഏറ്റവും ചെറുത് 11. ഏറ്റവും വലുത് 15. 10ഉം 1ഉം 11, 10ഉം 2ഉം 12, 10ഉം 3ഉം 13, 10ഉം 4ഉം 14, 10ഉം 5ഉം 15. 11, 12, 13, 14, 15. തീവണ്ടിയുടെ ബോഗികളിൽ സംഖ്യകൾ ക്രമമായി എഴുതുക. തന്നിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ? 19, 17, 15, 13, 11, 16, 18, 12, 14, 10 എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത്. ക്രമമായി സംഖ്യകൾ എഴുതണം. നോക്കൂ, ഒരു ബോഗിയിൽ സംഖ്യ എഴുതിയിട്ടുണ്ട്. ഏതാണ് സംഖ്യ? 19 എന്നാണ്. അടുത്ത ബോഗിയിൽ ഏതായിരിക്കാം? 19ന് മുൻപുള്ള സംഖ്യ ഏതാണ്? 18 ആണ്. 18 എന്നെഴുതാം. 18ന് മുൻപുള്ള സംഖ്യ ഏതാണ്? 17. 17 എന്നെഴുതാം. 17ന് മുൻപുള്ളതോ? 16. 16ന് മുൻപുള്ള സംഖ്യ 15. 15ന് മുൻപുള്ള സംഖ്യ 14. 14ന് മുൻപുള്ള സംഖ്യ 13. 13ന് തൊട്ട് മുൻപുള്ളത് 12. 12ന് തൊട്ട് മുൻപേ 11. 11ന് മുൻപ് 10. 10 മുതൽ 19 വരെയുള്ള ബോഗികളാണ്. ഏതൊക്കെയാണ്? 19, 18, 17, 16, 15, 14,
13, 12, 11, 10. അവസാനത്തെ ബോഗിയുടെ സംഖ്യ എത്രയാണ്? 10 ആണ്. അവസാനത്തെ ബോഗിയിൽ നിന്ന് എണ്ണുമ്പോഴോ 10, 10 കഴിഞ്ഞാൽ 11, 12, 13, 14, 15, 16, 17, 18, 19. പൊട്ടുകൾ എണ്ണി വരച്ചു ചേർക്കുക. 8 എന്ന് തന്നിട്ടുണ്ട്. 8 പൊട്ടുകളുള്ളത് ഏത് കോളത്തിലാണ്? ആ കോളത്തിന് നേരെയാണ് വരച്ചു ചേർക്കേണ്ടത്. ആദ്യത്തേത് വരച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ഏതാണ്? 13 ആണ്. 13 പൊട്ടുകൾ ഏത് കോളത്തിലാണുള്ളത്? എണ്ണി നോക്കാം. ആദ്യത്തെ കോളം തന്നെ എണ്ണാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. 13 എണ്ണമാണുള്ളത്. 13 എന്നെഴുതിയതിൽ നിന്ന് 13 പൊട്ടുകളുള്ളതിലേക്ക് വരച്ചു ചേർക്കാം. ഇനി രണ്ടാമത്തെ കോളത്തിലെ പൊട്ടുകൾ എണ്ണാം. രണ്ടാമത്തെ കോളത്തിൽ എത്ര പൊട്ടുകളാണുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9. 9 പൊട്ടുകളാണുള്ളത്. 9 എന്ന് എഴുതിയിടത്തു നിന്ന് 9 പൊട്ടുകളുള്ള കോളത്തിലേക്ക് വരച്ചു ചേർക്കാം. ഇനി മൂന്നാമത്തെ കോളത്തിലെ പൊട്ടുകൾ എണ്ണാം. എത്ര എണ്ണമാണുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. മൂന്നാമത്തെ കോളത്തിൽ 11 എണ്ണമാണുള്ളത്. 11 എന്ന് എഴുതിയിടത്തു നിന്ന് മൂന്നാമത്തെ കോളത്തിലേക്ക് വരച്ചു ചേർക്കാം. അടുത്തതോ? വരച്ചു ചേർത്തിട്ടുണ്ടല്ലേ. 8 പൊട്ടുകളാണുള്ളത്. 8ൽ നിന്ന് വരച്ചു ചേർത്തിരിക്കുന്നു. അടുത്ത കോളത്തിലോ? 1, 2, 3, 4, 5. 5 പൊട്ടുകളാണുള്ളത്. അപ്പോഴോ 5ൽ നിന്ന് 5 പൊട്ടുകളുള്ളിടത്തേക്ക് വരച്ചു ചേർക്കുക. അടുത്തത് എത്രയാണ് കൂട്ടുകാരെ? അതെ, ഇനി ഒരു സംഖ്യ കൂടിയേ ബാക്കിയുള്ളൂ. അതെത്രയാണ്? 18 ആണ്. 18 പൊട്ടുകളുണ്ടോ? എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. 18 പൊട്ടുകളുണ്ട്. 18ൽ നിന്ന് 18 പൊട്ടുള്ള കളത്തിലേക്ക് വരച്ചു ചേർക്കാം. അടുത്തത് നോക്കാം. അനുവിന് മാലയുണ്ടാക്കണം. മുത്തുകൾ എണ്ണി എണ്ണം പറയുക, എഴുതുക. ആദ്യത്തെ വരിയിൽ എത്ര മുത്തുകളാണുള്ളത്? എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ആദ്യത്തെ വരിയിൽ 10 മുത്തുകളാണുള്ളത്. 10 എന്നെഴുതാം. രണ്ടാമത്തെ വരിയിലോ 10 മുത്തുകളുമുണ്ട്. കൂടാതെ ഒരു മുത്തു കൂടിയുണ്ട്. 10ഉം 1ഉം 11. മൂന്നാമത്തെ വരിയിലോ 10 മുത്തുകളുണ്ട്. കൂടാതെ 2 മുത്തു കൂടിയുണ്ട്. 10ഉം 2ഉം 12. അടുത്ത വരിയിലോ 10 മുത്തുകളുണ്ട്. അതുകൂടാതെ 3 മുത്തുകൾ കൂടിയുണ്ട്. 10ഉം 3ഉം 13. അടുത്ത വരിയിലോ 10 മുത്തുകളുണ്ട്. കൂടാതെ 4 മുത്തുകൾ കൂടിയുണ്ട്. 10ഉം 4ഉം 14. അടുത്ത വരിയിലോ 10 മുത്തുകളുണ്ട്. കൂടാതെ 5 മുത്തുകൾ കൂടിയുണ്ട്. 10ഉം 5ഉം 15. അടുത്ത വരിയിലോ 10 മുത്തുകളുണ്ട്. കൂടാതെ എത്ര മുത്തുകൾ കൂടിയുണ്ട്? എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6. 10 മുത്തുകളും 6 മുത്തുകളുമുണ്ട്. 10ഉം 6ഉം
16. അടുത്ത വരിയിലോ 10 മുത്തുകളുണ്ട്. കൂടാതെ എത്ര മുത്തുകൾ കൂടിയുണ്ട്? എണ്ണി നോക്കാം. 1 2 3 4 5 6 7. 10മുണ്ട്, 7മുണ്ട്. 10ഉം 7ഉം 17. അടുത്ത വരിയിലോ 10 മുത്തുകളുണ്ട്. കൂടാതെ എത്ര മുത്തുകൾ കൂടിയുണ്ട്? എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8. 10 മുത്തുകളുമുണ്ട്, 8 മുത്തുകളുമുണ്ട്. 10ഉം 8ഉം 18. അടുത്ത വരിയിലോ 10 മുത്തുകളുണ്ട്. കൂടാതെ എത്ര മുത്തുകളുണ്ട്? എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9. 10ഉം 9ഉം 19. ക്രമത്തിൽ യോജിപ്പിച്ച് ചിത്രം പൂർത്തിയാക്കുക. നോക്കൂ, 1 മുതൽ 19 വരെയുള്ള സംഖ്യകൾ തന്നിരിക്കുന്നു. ക്രമത്തിൽ യോജിപ്പിക്കാം. 1ൽ നിന്ന് തുടങ്ങാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19. ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരാണ്? ആനയാണല്ലേ. അടുത്തത് നോക്കാം. വിട്ടത് പൂരിപ്പിക്കുക. 4 വീടുകളുണ്ട്. ആദ്യത്തെ വീടിന് 12 എന്നാണ് എഴുതിയിരിക്കുന്നത്. അവസാനത്തെ വീട്ടിലോ 15 എന്ന് എഴുതിയിട്ടുണ്ട്. ഇടയിലുള്ള വീടുകളുടെ സംഖ്യകൾ ഏതായിരിക്കും? 12 കഴിഞ്ഞാൽ 13. 13 കഴിഞ്ഞാലോ 14. 14 കഴിഞ്ഞാലാണ് 15. 12 13 14 15. 3 പെൺകുട്ടികൾ നിൽക്കുന്നു. ആദ്യത്തെ കുട്ടിയുടെ ഉടുപ്പിൽ 8 എന്ന് എഴുതിയിട്ടുണ്ട്. അവസാനം നിൽക്കുന്ന കുട്ടിയുടെ ഉടുപ്പിലോ 10 എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവർക്കിടയിലുള്ള കുട്ടിയുടെ ഉടുപ്പിൽ ഏത് സംഖ്യയായിരിക്കും എഴുതേണ്ടത്? 8നും 10നും ഇടയിൽ എത്രയാണ്? 8 കഴിഞ്ഞാൽ 9. 9 കഴിഞ്ഞാൽ 10. 8നും 10നും ഇടയിലുള്ള സംഖ്യയാണ് 9. അടുത്തത് നോക്കാം. 4 ആനക്കുട്ടികൾ. 4 പേരും പ്ലക്കാർഡ് പിടിച്ചിട്ടുണ്ട്. അതിൽ സംഖ്യകളും എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ആനക്കുട്ടിയുടെ കയ്യിലുള്ള പ്ലക്കാർഡിൽ എഴുതിയിരിക്കുന്നത് 12 എന്നാണ്. രണ്ടാമത്തേതോ 14. 12നോട് എത്ര കൂട്ടിയാലാണ് 14 കിട്ടുക? 12 കഴിഞ്ഞ് 13 14. 2 കൂട്ടുമ്പോഴല്ലേ? അതെ, 12നോട് 2 കൂട്ടി 14 എന്നെഴുതി. 14നോട് 2 കൂട്ടുമ്പോഴോ 15 16. 16 16 എന്നെഴുതി. 12 14 16. അടുത്തത് ഏതായിരിക്കും? 16നോട് 2 കൂട്ടുന്നതായിരിക്കില്ലേ? 16 കഴിഞ്ഞ് 17 18. 18 എന്നെഴുതി. 12 14 16 18. അടുത്തത് നോക്കൂ. ഏതൊക്കെ സംഖ്യകളാണ് തന്നിട്ടുള്ളത്? 18 15 6 3. ഇടയിലുള്ള 2 സംഖ്യകൾ തന്നിട്ടില്ല. എങ്ങനെ എഴുതാം? അവസാനം എഴുതിയിരിക്കുന്ന സംഖ്യ 3 ആണ്. അത് കഴിഞ്ഞാലോ 6 എന്ന് എഴുതിയിരിക്കുന്നു. 3നോട് എത്ര കൂട്ടിയാലാണ് 6 കിട്ടുന്നത്? 3 കൂട്ടുമ്പോഴാണ്. 3ഉം 3ഉം 6 ആണ്. 6നോടപ്പോൾ 3 കൂട്ടണ്ടേ? വേണം. 6നോട് 3 കൂട്ടുന്ന സംഖ്യയാണ് അടുത്ത കോളത്തിൽ എഴുതേണ്ടത്. 6നോട് 3 കൂട്ടിയാൽ 6ഉം 3ഉം 9. 9നോട് 3 കൂട്ടിയാലോ
9 3 12. 12നോട് 3 കൂട്ടുമ്പോഴാണ് 15 കിട്ടുന്നത്. 15നോട് 3 കൂട്ടിയാൽ 18. 18ൽ നിന്ന് നോക്കുമ്പോഴോ 18ൽ നിന്ന് 3 കുറയ്ക്കുന്നതാണ് 15. 15ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 12. 12ൽ നിന്ന് 3 കുറച്ചാൽ 9. 9ൽ നിന്ന് 3 കുറച്ചാൽ 6. 6ൽ നിന്ന് 3 കുറച്ചാൽ 3. കാർഡിലുള്ള സംഖ്യകൾ ക്രമമായി കളങ്ങളിൽ എഴുതുക. ഏതൊക്കെ സംഖ്യകളാണ് തന്നിട്ടുള്ളത്? 5, 13, 10, 18, 6, 8, 15, 3. ഏറ്റവും ചെറിയ സംഖ്യ നമുക്ക് ആദ്യം എഴുതാം. ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 3 ആണ്. 3 എന്നെഴുതി. ഇനിയുള്ള സംഖ്യകളിൽ നിന്ന് ഏറ്റവും ചെറിയ സംഖ്യ എഴുതാം. 3 കഴിഞ്ഞാൽ പിന്നെ ഏതാണുള്ളത്? 5. പിന്നെയോ 6. 6 കഴിഞ്ഞാലോ 8. 8 കഴിഞ്ഞാൽ 10. പിന്നെയോ 13, 15, 18. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.